അവിടെ ഒരു കുട പറക്കുന്നത് കണ്ടില്ലേ? അവൻ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നു. ഞാനിപ്പൊ തന്നെ വീറിനെ സഹായിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? അല്ല, നീ ആരാ? നീ പോപ്കോൺ കഴിക്കാൻ വന്നതാ. ഞാൻ ക്യാരറ്റ് കഴിക്കാനും. ചെല്ല് പോയിരുന്ന് പോപ്കോൺ കഴിക്കേ. മേഘത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്ന് പോപ്കോൺ കഴിക്കാൻ നല്ല രസവാ. എന്റെ പ്രിയപ്പെട്ട കുടകളെ, വേഗം ചെന്ന് റോബോബോയെ പിടിക്ക്. അവനെ അറസ്റ്റ് ചെയ്യ. റോബോബോയ്, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അവനെ കൊല്ല. ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് ഞാൻ, രാജാവ്. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. എന്റെ കുടകൾ, എന്റെ കുടകൾ! ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് അറിയാമോ ഈ കുടകൾ? നിന്നെ ഞാൻ നശിപ്പിക്കും. എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. എക്സ്ട്രാ പവർ ഓൺ. ഇനി നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. നിന്നെ ഞാൻ അടിച്ച് തെറിപ്പിച്ചിരിക്കും. നീ ഇപ്പോൾ എന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റോബോ ബോയ്, വരൂ, ഞാൻ നിന്റെ മാഡ് ബോക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. Come on. Drill suit on. Hello, how are you? വേണ്ട, നീ എന്റെ കുടകളെല്ലാം ഡാമേജ് ആക്കിയിരിക്കുന്നു. I will not leave you. I will not leave you. അതുപോലെ ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല അംബർല മാൻ. വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്കോ. ചുൽബുൾ, എന്താ പറ്റിയത്? താഴേക്ക് പോകാം. അവിടെ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ചെന്ന് കാണാം. മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ആ ശില്പം എങ്ങനെ ജീവനോടെ വന്നത്? എക്സ്റേ വിഷൻ ഓൺ. ഇത് മാഡ്മാക്സ് അയച്ച റോബോട്ടാണ്. ആ ഗൈഡ് തീർച്ചയായും ടിംബക്ടു തന്നെ ആയിരിക്കും. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഫോർട്ടിന്റെ അകത്തേക്ക് പോയേക്ക്. ചെകുത്താന്റെ കഥ അവസാനിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പകിടം പകിടം. നിന്റെ ഐഡിയക്ക് വളരെ നന്ദി എമിലി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെയാ മുകളിലോട്ട് പോവാ?
ഇക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം. Fire suit on. സ്റ്റോപ്പ്. അയ്യോ, അത് നോക്ക്, ആ ഡോഗിയുടെ പുറകിൽ തന്നെയുണ്ട്. ഹേയ്, ഞാനാ പറയുന്നത്, അവനെ വിട്ടേക്ക്. നീ ആരാടാ? എന്നോട് ആജ്ഞാപിക്കുകയാണോ? നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. യവനെ എടുത്തിട്ട് അങ്ങ് ഓടിച്ചാലോ? ഡോഗി, വെറുതെ ദേഷ്യപ്പെടരുത്. ദേഷ്യം മനുഷ്യന് മാത്രമല്ല, ഡോഗിക്കും അത് അപകടം തന്നെയാണ്. ഇപ്പൊ കാണിച്ചു തരാടാ. ഡോഗി ആരുടെ ശത്രുവാന്ന് കാണിച്ചു തരാം. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ഒരു എല്ല് കിട്ടി. യുവമാരെ കാര്യം വിട്ടേക്കാം. യുവമാരായിട്ട് ഞാനെന്തിനാ വഴ കൂടുന്നേ? ഞാനാ പ്ലാനിങ് മൊത്തം ചെയ്യുന്നേ, പക്ഷെ ക്രെഡിറ്റ് ഫുള്ളും ആ വീറ കൊണ്ടുപോകുന്നേ. പക്ഷെ ഈ പ്രാവശ്യം എന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും. ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേക്കാം. നിങ്ങള് പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയണം, ഏതോ ഒരു കള്ളൻ നിങ്ങളുടെ ഓഫീസിൽ എന്തോ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെന്ന്. നമ്മളുടെ വണ്ടി ആ കള്ളനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യൂല്ലേ? അപ്പൊ ശബ്ദം ഉണ്ടാക്കുമ്പോ ഞങ്ങളെല്ലാരും ഓടി വരണം അല്ലേ? അവസാനം ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയും, കള്ളൻ ജാലകം വഴി എസ്കേപ്പ് ആയെന്ന്. എല്ലാരും ഓരോരുടെ ബാഗ്സ് എടുത്ത് വെച്ചോ. എന്റെ ഈ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവും. വാ വാ, വേഗം വാ, കൂടുതൽ ടൈമൊന്നുമില്ല. സാർ സാർ സാർ, ഒരു കള്ളൻ എല്ലാവരുടെയും ബാഗ് അടിച്ചു മാറ്റിയിട്ട് സാറിന്റെ ഓഫീസിലും മോഷ്ടിക്കാൻ കയറിയിരിക്കുക. വണ്ടി അവനെ കണ്ടെത്തി കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക സാർ. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, കള്ളൻ കള്ളൻ! അയ്യോ, എന്നെ വിട്. ശബ്ദം കേട്ടില്ലേ സാർ? വണ്ടി ഭയങ്കര ധൈര്യശാലിയാ. കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കള്ളൻ തന്നെയാണ്. അയ്യോ അയ്യോ, ഹെൽപ്പ്! എന്താ പറ്റിയത് സാർ? വീർ, ഒരു കള്ളനകത്ത് കയറി കൂടിയിട്ടുണ്ട്. അവൻ വണ്ടിയെ പിടിച്ചു വെച്ചിരിക്കുക. ഈ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത്? ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഞാൻ റോബോ ആണ്. ഞാൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദേവി ഇതെന്നെ വിശ്വസിക്കൂ. ഞാൻ ഫുർസത്ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണ്ണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അത് തീർച്ചയാണ്. ഫുർസത്ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. ടുമോറോ നെവർ കംസ്. ഇന്ന് രാത്രി തന്നെ നമ്മളത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരും അറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണ്ണം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങനെ ഉറപ്പായിട്ടും TV കണ്ടു കാണും. ഒരുപക്ഷെ അവരത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാലോ? TV ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാറ് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ടുമോറോ നെവർ കംസ്. ബാങ്ക് മാനേജറിന്റെ ടുമോറോ നെവർ കംസ്.
എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ. എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്. ചക്കാൻ റോബോ ബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ. എന്റെ ജെറ്റ് പാക്ക് ഡാമേജ് ആയി പോയി. എനിക്കിനി പറക്കാനും പറ്റില്ല. Tomorrow never comes. Bye bye, Robo Boy. Bye bye. താങ്ക്സ് എമിലി. അതൊക്കെ ചെറിയ ചെറിയ ടോയ്സാ, പക്ഷെ ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്തേക്കാം. അതിനിടയ്ക്ക് നീ ചെന്ന് എല്ലാ കുട്ടികളെയും ടീച്ചർമാരെയും രക്ഷിക്ക്. റോബോബോയ് സ്യൂട്ട് ഓൺ. മോളെ, ആ റോബോട്ട് ടോയ്സ് ഒക്കെ എവിടെ പോയി? സാർ, റോബോ ബോയ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവനെ എല്ലാവരും അടിച്ചു തെറിപ്പിക്കും. നമ്മളിനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സാർ. ഈ കാക്ക എന്തിനാ എന്നെ തന്നെ ചേസ് ചെയ്തോണ്ട് വരുന്നത്? ഞാൻ അതിന് എന്ത് ദ്രോഹ ചെയ്തത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരി, ഓക്കെ. ഫേസ് ടു ഫേസ് ഇനി ഫൈറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് വീർ? എന്റെ ഈ കൊച്ചു മിടുക്കന്മാരായ ടോയ്സ് നിന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞന്മാരായാലും വളരെ ശക്തിശാലികളാണ്. ബൈ കിഡ്സ്, എൻജോയ്. ബൈ ബൈ. ചെറുതായാലും ഭയങ്കരന്മാരായി ഇവര്. ഇവരെ ഞാൻ എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വരണം. മാഗ്നറ്റിക് റേസ് ഓൺ. മാഗ്നറ്റിക് റേസ് ഓൺ.